ഹലോ ഗൈസ്, രാവിലത്തെ തണുപ്പ് ആസ്വദിച്ചിട്ട് ഞാൻ നല്ല പോലെ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടന്നുറങ്ങുന്നേരും. അന്നേരം ഫോണിൽ ആരോ രാവിലെ തന്നെ കൊണകൊണോ കൊണകൊണോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. ഇതാരും ഈ രാവിലെ തന്നെ കൊണകൊണോ കൊണകൊണോ പറഞ്ഞിട്ട് വിളിക്കുന്നു. ഞാൻ ഉറക്കത്തെ എങ്ങനെയല്ലോ എണീറ്റ് മൊബൈലിൽ തപ്പിപ്പിടിച്ച് അറിയാത്ത ഏതോ നമ്പർ അങ്ങനെ കോൾ എടുത്തേരും പറയുന്നത് നമ്മൾ മുത്തൂറ്റെന്നാ വിളിക്കുന്നത്. നിങ്ങൾ സ്വർണ്ണം എടുക്കാൻ ഇതുണ്ടോ പ്ലാൻ ഉണ്ടോ, അങ്ങനെയാണ് നിങ്ങൾ മുത്തൂറ്റിലേക്ക് പോരും. ഈ കടന്നുറങ്ങുന്ന എനക്ക് രാവിലെ തന്നെ എന്തിനോളി സ്വർണ്ണം എന്ത് പിരാന്ത് ഇവർ രാവിലെ തന്നെ വിളിച്ച് പറയുന്നത്. ചോരയില്ലാത്ത ഏതോ ഒരുത്തനാണ്. ഞാൻ ആ ഫോണിൻ്റെ അടിച്ച് പിന്നെയും കടന്നുറങ്ങി. എൻ്റെ ബാക്കി ഉറക്കം കംപ്ലീറ്റ് ആക്കാൻ 8 മണിക്കൂർ കടന്നുറങ്ങേണ്ടതായിട്ടുണ്ട്. അന്നേരം പിന്നെ ആരോ കൊണകൊണോ കൊണകൊണോ നേർട്ട് വിളിക്കുന്നു. എന്നും ആ മുത്തൂറ്റിൽ ഓനാണെങ്കിൽ ഞാൻ ഓൻ്റെ വെല്ലുപ്പാൻ്റെ അണ്ടം കയറുന്നുള്ള രീതിക്ക് ഫോൺ നോക്കുമ്പോൾ ആ നമ്പർ മാറ്റം ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് അലോൻ ചോദിച്ചു നോക്കും, അത് മുത്തൂറ്റൊന്നല്ല കൈസ്, അതെൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ സാധനം. എൻ്റെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു സാധനം ഓർഡർ ചെയ്തിരിക്കുന്നു. അത് ഇപ്പോൾ താഴത്ത് വന്നിട്ടുണ്ട്, ഞാൻ പുറത്തുണ്ട്, നിങ്ങൾ വന്നിട്ട് എൻ്റെ OTP അടിച്ച് സാധനം എടുത്തോന്നും പറഞ്ഞോ വിളിച്ച്. ഉറക്കം ഫുള്ളാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉറക്കത്തെ എങ്ങനെയല്ലോ ഇങ്ങനെ എണീറ്റ് കണ്ണെല്ലാം ചോർന്നിട്ട് താഴത്തേക്ക് പോകുന്നുണ്ട് സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരം ഇവൻ ആ പെട്ടിയും കൊണ്ട് താഴത്ത് വന്നിട്ട് ആടെ ഇങ്ങനെ കാത്തു നിന്ന് ഞാൻ OTP വേണ്ടിയിട്ട്. OTP ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനപ്പ ഈ ഉറക്കത്ത് വന്നിട്ട് അവിടെ ചാരി ഇന്ന് എന്നിട്ട് ഞാൻ വിചാരിച്ച് ഈ സാധനം വായിച്ചിട്ട് വേഗം പോകും. അന്നേരം ഓൻ പറഞ്ഞു അങ്ങനെ വേഗം ഒന്നും പോകാൻ പറ്റില്ല, അതിൻ്റെ ഓപ്പൺ ബോക്സ് ഡെലിവറിയാണ്. അങ്ങനെ ഓൻ അത് കുത്തിരിഞ്ഞ് പൊളിക്കാൻ തുടങ്ങി. അതിങ്ങനെ പൊളിക്കുന്നുണ്ടായിരുന്നു. ഓൻ പൊളിക്കുന്ന സമയത്ത് ഞാൻ ആടെ ചാരി ബാക്കി ഉറങ്ങാനും തുടങ്ങിയിട്ടുണ്ട്. അനക്കാണ് ഉറക്കാണ് സഹിക്കാൻ പറ്റുന്നത്. ഞാൻ ആളെ കടന്നിട്ട് തന്നെ ബാക്കി ഇങ്ങനെ ഉറങ്ങുന്നുണ്ട് ഗൈസ്. ഇവനാണ് ഇത് പൊളിച്ച് തീർന്നില്ല, ഓനക്ക് പൊളിക്കാൻ അറിയില്ല എന്ന് തോന്നുന്നു. ഞാൻ ഓനോട് പറഞ്ഞാൽ പിന്നെ ഒരു പണി ഇനി ഉള്ളി കയറിയിട്ട് സോഫേന്റെ മുകളിൽ വെച്ചിട്ട് പൊളിച്ച് അത് നിലത്ത് വീപ്പിച്ചിട്ട് ഫുൾ അലാക്കാക്കണ്ട. ഇതാണ് ഗൈസ് ഞാൻ ഓർഡർ ചെയ്ത മോണിറ്റർ. ഇത് 27 ഇഞ്ചിന്റെ 2K മോണിറ്റർ ആണ്. ഇനി കുറച്ചും കൂടി നല്ല ക്വാളിറ്റി എനിക്ക് ഗെയിമിംഗ് സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഈ ചെറുത്താൻ മേലാൽ അതെല്ലാം ഫുള്ള് പൊളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നായി തീട്ടാൻ പോലെ പെരക്കിയിട്ടിട്ട് ഓൻ OTP അടിച്ചിട്ട് ഓൻ്റെ വാട്ടിന് പോയി ഗൈസ്. ഞാനത് പിന്നെ എല്ലാം ബായി കൂട്ടി കെട്ടി പെറുക്കിയിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് വന്നിട്ട് ഞാനത് കട്ടിൻ്റെ അടി കൊണ്ട് വെച്ചിട്ട് എൻ്റെ ഉറക്ക് കംപ്ലീറ്റ് ആയിക്കില്ല. 8 മണിക്കൂർ കറക്റ്റ് ഉറങ്ങേണ്ടതാണ്. ഇത് 8 മണിക്കൂർ കംപ്ലീറ്റ് ആയിക്കില്ല. പിന്നെ ഞാൻ പുറത്ത് മൂടിയിട്ട് ആ ചീതത്തിൽ നല്ല സുഖത്തിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എല്ലാം എണീറ്റ് ഫുഡെല്ലാം കഴിച്ച് മുഖമെല്ലാം കഴുകി ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാണ്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. ഇത് വെറും നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് ചെയ്യാത്ത എല്ലാവരെയും എനിക്കറിയാം. ഞാൻ എല്ലാവരും കാണുന്നുണ്ട്, ഞാൻ എല്ലാവരും കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ വിചാരിക്കണ്ട. നീ ലൈക്ക് ചെയ്യത്തില്ലടാ, നീ മതിയാർക്ക് ലൈക്ക് ചെയ്തോ. അപ്പം പിന്നെ ഗൈസ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ സെറ്റപ്പ് നമുക്ക് ഇന്ന് അപ്ഗ്രേഡ് ചെയ്യണം. കണ്ട ഈ മോണിറ്റർ മാറ്റിയിട്ട് മറ്റേ മോണിറ്റർ ഇപ്പോൾ പുതിയ വാങ്ങിച്ച് 27 ഇഞ്ചിന്റെ മോണിറ്റർ വെക്കണം. ഇത് 22 ഇഞ്ചിന്റെ മോണിറ്റർ ആണ് ഗൈസ്. ഇത് നമുക്ക് 2 മോണിറ്റർ ആയിട്ടാണ് വെക്കാൻ പ്ലാന്, മുകളിലും താഴത്തായിട്ട്. പക്ഷേ സൈഡിൽ വെക്കാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും വെക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പുറം ലാപ്ടോപ്പ് ഉണ്ട്, അപ്പുറം PC ഉണ്ട്, അതിന്റെ മുകളിലായിട്ട് എനിക്ക് വെക്കണം. പക്ഷെ വലിയ മോണിറ്റർ താഴത്തും ചെറിയ ഈ ഓൾറെഡി ഉള്ള മോണിറ്റർ അതിന്റെ മുകളിലായിട്ട് ഡബിൾ ആയിട്ട് വെക്കാനാണ് എന്റെ പ്ലാന്. അപ്പൊ പിന്നെ ഒന്നും നോക്കണം, നമുക്ക് പരിപാടിയിലേക്ക് പോകാം. കന്നിമാശം കുണ്ടി നോട്ടം കുണ്ടി നോട്ടം കന്നിമാശം കുണ്ടി നോട്ടം. ഞാൻ പറയാം, നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ല, ഇത് കുറച്ചധികം പരിപാടിയുണ്ട്. ആദ്യം നമുക്ക് റൂമിലുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് കമ്പ്യൂട്ടറിന്റെ മുകളിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം. എന്നിട്ട് കമ്പ്യൂട്ടർ ടേബിൾ കുറച്ച് മുന്നോട്ടേക്ക് വലിക്കണം. നമുക്ക് ഈ കേബിൾ മാനേജ്മെന്റ് ഒക്കെ മൊത്തം ഒന്ന് റീസ്റ്റോർ ചെയ്യേണ്ടതാണ്. കാരണം പുതിയ സാധനം വെക്കുന്നില്ല, അപ്പൊ പുതിയ കേബിളാണ് അതിന് വരുന്നത്. അപ്പൊ അതും കൂടി അതിന് കണക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ കുറച്ച് പരിപാടിയുണ്ട് ഗൈസ്, കുറച്ച് പരിപാടിയുണ്ട്. അഞ്ഞിമാശം കുണ്ടി നോട്ടം കുണ്ടി നോട്ടം കന്നിമാസം കുണ്ടി നോട്ടം. അങ്ങനെ അതിന്റെ മുകളിൽ ഓൾമോസ്റ്റ് എല്ലാ സാധനം എടുത്ത് ഞാൻ മാറ്റി വെച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ ലൈക്ക് അടിക്കണം. എന്തായാലും ലൈക്ക് അടിക്കാൻ വലിയ പണിയുള്ള പരിപാടി ഒന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കൈയിന്റെ ചിത്രമുള്ള ഒരു സാധനമുണ്ട്, അതെനിക്ക് കാണാൻ പറ്റും, വെള്ള കളർ. അതിന്റെ മുകളിൽ തൊട്ടാലോ അടിച്ചാലോ എന്തെങ്കിലും ആക്കിയാൽ മതി, ഒന്ന് സ്വിച്ച് ഞെക്കാൻ പറ്റും. നിങ്ങളോട് കല്ല് കെട്ടിയിട്ട് പൊരയെടുക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ചെറിയൊരു ലൈക്ക് അടിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ലൈക്കിന്റെ ബട്ടൺ ഒന്ന് ഞെക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ ചെയ്യൂല, നിങ്ങൾ സ്നേഹമുള്ളവരാണ്. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ മോണിറ്റർ കഴിച്ച് മാറ്റുന്നുണ്ട്. ആ മോണിറ്റർ കഴിച്ച് മാറ്റണം ആദ്യം, എന്നിട്ടാണ് ബാക്കി പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല PC നമുക്ക് എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് ടേബിൾ മൊത്തത്തിൽ നമുക്ക് മുന്നോട്ടേക്ക് ഇടണം. അപ്പോൾ അതിന്റെ ബാക്കിൽ എന്തൊക്കെയോ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാനിങ്ങനെ കഴിച്ച് മാറ്റുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ നമ്മൾ ആ മോണിറ്റർ കഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ PC എടുത്ത് മാറ്റേണ്ടതായിട്ടുണ്ട്. ആ PC ഞാൻ എടുത്ത് മാറ്റിയിട്ട് കാലിയാക്കിയിട്ടിട്ടുണ്ട്. ഇത് കണ്ട ഗൈസ്, ഫുള്ള് കേബിളാണ്, കേബിളോട് കേബിളാണ്. ഇത് എത്ര കേബിളാണ് ഗൈസ്, ഇത് മൊത്തം ഞാൻ ടാഗ് ഇട്ട് കെട്ടിയിരിക്കുകയാണ്. അപ്പം നമുക്ക്
ഇത് മൊത്തം റീസ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഗൈസ്. ഇനി അതിന് മുമ്പ് ഈ കുറ്റി കണ്ട ഇത് ചെറിയ കുറ്റിയാണ് ഗൈസ്. നമുക്ക് ഈ ചെറിയ കുറ്റി മായിച്ചിട്ട് വലിയ കുറ്റി ഇടണം, എന്നാൽ നമുക്ക് ഡബിൾ മോണിറ്റർ മുകളിലായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഓൾറെഡി ഞാൻ 2 കുറ്റി വെച്ചിട്ടുണ്ട്, ഒരു കുറ്റി ലാപ്ടോപ്പിനും ഒരു കുറ്റി മോണിറ്ററിനും വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ചെറിയ കുറ്റി മാറ്റിയിട്ട് വലിയ കുറ്റി ആ തൊള്ളെ കൂടെ ഇടണം, എന്നാൽ മാത്രം നമുക്ക് അടുത്ത മോട്ടർ വെക്കാൻ പറ്റുള്ളൂ ഗൈസ്. ഇതാണ് നമ്മുടെ ആ വലിയ കുറ്റി. ഈ വലിയ കുറ്റിയാണ് ആ ചെറിയ കുറ്റി മാറ്റിയിട്ട് വെക്കേണ്ടത്. ഇവന്റെ മൂപ്പ് നിങ്ങൾ കണ്ടു, എന്തോ ഒരു വലിയ മൂത്ത കുറ്റിയാ, നോക്കിക്കേ നിങ്ങൾ. നല്ല മൂത്ത കുറ്റിയല്ലേ ഇത്, നല്ല നീളയില്ലേ നിങ്ങൾ കണ്ട്, ഇതിന്റെ നീളം നോക്കിക്കേ. അപ്പൊ ചെറിയ കുറ്റി മാറ്റി വലിയ കുറ്റി വെക്കലാണ് പരിപാടി. അപ്പൊ ഈ കേബിൾ കണ്ടിട്ട് എനിക്ക് ചെറുതായി തല കറങ്ങുന്നുണ്ട്. നമുക്ക് 2 ക്രിക്കറ്റ് കളിക്കാം, കുറെ ആയി ബാറ്റൊക്കെ പിടിച്ചിട്ട് വിചാരിക്കുന്ന പോലെ നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്, ഇതിനെ കൊണ്ട് ഒരു അടി കൊണ്ട് ചത്തു അപ്പാടും. അപ്പൊ നമുക്ക് കുറ്റി ആദ്യം ഒന്ന് മൊത്തം റീസ്റ്റോർ ചെയ്യാനുണ്ട്, അതായത് കുറ്റി കുറച്ച് ഇൻസ്റ്റാളേഷൻ ചെയ്യാനുണ്ട്. അപ്പൊ കുറ്റിന്റെ മുകളിൽ സ്റ്റിക്കർ എല്ലാം വരച്ചിട്ട് കുറ്റി ഞാൻ അങ്ങനെ ഇങ്ങനെ കുറ്റി ഞാൻ 2 ഓൾറെഡി ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് കുറ്റിന്റെ കാര്യത്തിൽ അത്ര കൺഫ്യൂസ്ഡ് ഒന്നും ഇല്ലായിരുന്നു. കാരണം കുറ്റി എങ്ങനെ ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതിന്റെ കാറ്റലോഗ് ഒന്നും വായിച്ചോക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് അതൊന്നും നോക്കാണ്ട് തന്നെ ഞാനത് അതിന്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അതിന്റെ അടിയിലെ ക്ലാമ്പ് ആദ്യം ഫിറ്റ് ആക്കണം. ക്ലാമ്പ് ഫിറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് മേശയുടെ അടിയിൽ ക്ലിപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ക്ലാമ്പൊക്കെ ഇങ്ങനെ നോക്കി അത് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് ഫിറ്റ് ആക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഗൈസ് ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടോ എന്ന് ഞാൻ അത് നോക്കട്ടെ. അത് ഇപ്പൊ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പിന്നെ ആ പ്രശ്നം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആദ്യം ഞാൻ അതൊക്കെ ബാക്കി മൊത്തം ഒന്ന് ഇങ്ങനെ ഓരോന്നോരോ നോക്കിയിട്ട് സ്ക്രൂ ചെയ്യുന്നുണ്ട് ഗൈസ്. പിന്നെ എന്റെ റൂമിലുള്ള ചില സാധനത്തിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്റെ കണ്ണാടി അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ആംഗിളർ അതിന്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ഈ വീഡിയോന്റെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ വാങ്ങിച്ചോ. ഇനി നമുക്ക് ആ പ്രശ്നം പറയാം. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം തന്ന ആളുകൾ ഇതിന്റെ ഒപ്പം ഇവന്മാരൊരു സ്ക്രൂ തന്നു, പൂക്കുറ്റി പോത്ത് ഈ സ്ക്രൂ ഏത് മൂലത്തിലെ തുളയിലാണ് ഇടേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ ഒരു സാധനം ഇടാനുള്ള തുള അതിൻ്റെ ഒത്ത് ഇല്ല. ഇവന്മാരെന്തിനാ ഈ സ്ക്രൂ അതിൻ്റെ ഒത്ത് വെച്ചേന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന്റെ ഒപ്പം തന്നെ ഒരു വാഷറും തന്നിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് കുറെ സമയം ആലോചിച്ച് ഇത് എവിടെ കൊണ്ടുപോയിട്ട് ഫിറ്റാക്കണ്ടേന്ന്. കാരണം ഇങ്ങനത്തെ ഓൾറെഡി ഞാൻ 2 സെറ്റ് ആക്കിയതാണ്, അതിലൊന്നും ഇങ്ങനത്തെ ഒരു സ്ക്രൂ ഇല്ലായിരുന്നു. ഇവരിത് അറിഞ്ഞുകൊണ്ട് അടങ്ങാറാക്കാൻ വേണ്ടി തന്നെയാണ് ഗൈസ്. ഞാൻ കുറച്ച് ആലോചിച്ചിട്ട് തല പിരാന്താവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ സ്ക്രൂവിന്റെ ഒരു ആവശ്യമില്ല. ഞാൻ എന്നിട്ട് പിന്നെ മേശ മുന്നോട്ടേക്ക് ഇടുന്നുണ്ട് ഗൈസ്. നമുക്ക് അതിന്റെ ബാക്കിൽ പോയിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം കേബിൾ മാനേജും കാര്യങ്ങളൊക്കെ അതിന്റെ ബാക്കിലാണ്. അപ്പോൾ അതിന്റെ ടാഗും കാര്യങ്ങളൊക്കെ പൊട്ടിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ആ കുറ്റി മൊത്തത്തിൽ മാറ്റണം. അതിന്റെ ഇടയ്ക്ക് ഗൈസ് ഞാൻ പൊടി കണ്ടാ പിന്നെ ഞാൻ പ്രശ്നേശം നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ആ ടേബിൾ നീക്കിയപ്പോഴാണ് പൊടി കണ്ടെന്നാ പിന്നെ ആ പൊടി അങ്ങ് അടിച്ചു വരാന്ന് വിചാരിച്ചു. അതല്ല വാക്യങ്ങൾ സെറ്റാക്കി ഗൈസ്. ഇതാണ് എന്റെ കേബിൾ, ബാക്കിലെ കേബിൾ നോക്കി ഗൈസ്. കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കേബിൾസ് ഒന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഈ കമ്പ്യൂട്ടറിന്റെ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രക്കായിരം കേബിൾ കാണാം. ഇത് മൊത്തം ഞാൻ ടാഗിട്ട് കെട്ടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലെല്ലാം ഒളിപ്പിച്ച് വെച്ച് സെറ്റാക്കി വെച്ചതാണ്. ഇതെല്ലാം അയക്കണം എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സങ്കടം. പക്ഷെ എന്തായാലും നമുക്കിത് മൊത്തം അയക്കേണ്ടിയിരിക്കണം. ഇത് അയച്ചു കഴിഞ്ഞാൽ മറ്റേ കേബിളും അതിന്റെ ഇടയിൽ കൂടെ എനിക്ക് ടാഗ് ഇടാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഈ കേബിൾ അയക്കാണ്ട് വഴിയില്ല. അപ്പൊ ഞാൻ പിന്നെ ഓരോന്നായിട്ട് അയക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ആ കുറ്റി അയച്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. ആ ചെറിയ കുറ്റി മാറ്റിയിട്ട് ആ ചെറിയ കുറ്റിന്റെ അടുത്ത് വലിയ കുറ്റി കയറ്റണം. അതിന്റെ ഇടയ്ക്ക് പിന്നെയും ഞാൻ പൊടി കണ്ടു, അത് ഞാൻ വാക്യൂം ക്ലീനർ വെച്ച് ക്ലീൻ ആക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ അത് ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അതിന്റെ ടാഗും കാര്യങ്ങളും മുകളിലത്തെ താഴത്തിൽ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ പറിച്ചിട്ട് അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കി അത് സ്ക്രൂ ഇട്ട് കഴിച്ച് അത് ഫസ്റ്റത്തെ സംഭവം നമ്മൾ ഊരി മാറ്റുന്നുണ്ട് ഗൈസ്. എന്നിട്ട് ആ കുറ്റി അടിയിൽ നിന്ന് കഴിച്ച് അത് ചാടിയോ നമ്മൾ ചെറിയ കുറ്റി എടുത്ത് ചാടി അതിന് വലിയ കുറ്റി ആ തൊളയെക്കൂടെ കയറുന്നില്ല. ഞാൻ അത് കുറച്ചും കൂടി ലൂസ് ആക്കിയിട്ട് ഇങ്ങനെ ഊന്തി കയറ്റുന്നുണ്ട്. അതങ്ങ് കയറി മോനെ. ഇതിന്റെ കുറ്റിന്റെ വണ്ണം നോക്കി ഇതൊരു 1.5 കുറ്റിയാണ്. എന്റെ മോനെ 4 മോണിറ്റർ വെക്കാൻ തോന്നുന്നുണ്ട്, അത്രയും വലിയ കുറ്റിയാണ്. മറ്റേ അതിന്റെ മുകളിൽ 2 മോണിറ്റർ വെക്കാൻ പറ്റില്ല, 1 മോണിറ്റർ വെക്കാൻ പറ്റും. സൈഡായിട്ട് 2 വെക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ മുകളിൽ നമുക്ക് 2 വലിയ രീതിക്ക് വെക്കുക ഗൈസ്. അതിനാണ് ഞാൻ ഈ കുറ്റി വെച്ചത്. അപ്പൊ ഗൈസ് എന്റെ എന്തെങ്കിലും പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ കുറ്റിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ എന്റെ കമന്റ് അല്ല എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊണ്ടുപോയിട്ട് ഇടുന്നുണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ആ കുറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് മോണിറ്റർ അൺബോക്സ് ചെയ്യുന്നുണ്ട്. രാവിലെ തന്നെ ഇവ നായ്ത്തിട്ടം പോലെ പെരക്കിയിട്ടിട്ട് അൺബോക്സിങ് ചെയ്തിട്ട് പോയതാണ്. നമ്മൾ ഇതിലെ സാധനങ്ങളൊക്കെ ഓൾറെഡി കണ്ടതാണ്. പക്ഷെ എന്നാൽ കൂടി നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഞാൻ ഉറക്കത്തി ഇതൊന്നും കണ്ടില്ല, മര്യാദയ്ക്ക് ഒന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓനിക്ക് OTP അടിക്കണം എന്ന് പറഞ്ഞിട്ട് കുണ്ടിക്ക് തീ പിടിച്ച പോലെ അതൊക്കെ തുറന്നിട്ട് പോയിട്ട് ഞാൻ എന്തോ ചെയ്യാൻ, എനിക്ക് ഇതൊന്നും നോക്കാൻ പറ്റിക്കില്ല. അതുകൊണ്ട് ഞാൻ എന്നിട്ട് അതൊന്നും കൂടി നോക്കാന്നുള്ള രീതിയിൽ അതൊക്കെ എടുത്ത് പുറത്തിടുന്നുണ്ട്. ഓൻ അതിന്റെ തെർമോക്കോളെല്ലാം പൊട്ടിച്ചിട്ടിന് ഗൈസ്. ഞാൻ പറഞ്ഞില്ല ഒരു ദയാദാശിനി ഇല്ലാണ്ടാണ് ആ പെട്ടി പൊളിച്ചിട്ടിട്ട് പോയത്. അതിൻ്റെ ഒത്തും തുറന്ന പാടെ എന്തെല്ലോ സാധനം എല്ലാം വീണിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം എന്തെല്ലോ സാധനം ഉണ്ട്. ഇതിൻ്റെ ഒപ്പം HDMI ഡിസ്പ്ലേ പോർട്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യം 2 കേബിൾ ഉണ്ട് ഗൈസ്. ആ കേബിളാണ് നിങ്ങൾ ഈ കാണുന്നത്. അത് ഞാൻ എടുത്ത് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഓൾറെഡി ഒരു സ്റ്റാൻഡ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ സ്റ്റാൻഡിന്റെ ആവശ്യമില്ല. കാരണം
നമ്മൾ മൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത് ക്ലാമ്പിന്റെ മുകളിൽ. അതുകൊണ്ട് ഈ സ്റ്റാൻഡിന്റെ ആവശ്യമില്ല. പക്ഷേ ആ സ്റ്റാൻഡ് നല്ല സ്റ്റാൻഡാണ് ഗൈസ്, നല്ല രസമുണ്ട്. അതിന്റെ മുകളിൽ കളറൊക്കെ ഉണ്ട്, നീല കളറൊക്കെ കാണുന്നുണ്ട്. നല്ല രസമുള്ള ഒരു സ്റ്റാൻഡാണ്, വേറെ തന്നെ ഒരു ആസ്തെറ്റിക് ലുക്ക്. പക്ഷെ ഞാൻ ഈ സ്റ്റാൻഡ് വെക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമ്മളെ ടേബിൾ സ്പേസ് അങ്ങ് പോകും, കുറെ ഭാഗം അങ്ങ് പോകും. എനിക്ക് ടേബിൾ എപ്പോഴും ഇങ്ങനെ കാലിയായി കിടക്കണം. ടേബിളിന്റെ മുകളിൽ എനിക്ക് മൊത്തം കൈയും വെക്കണം. അതിന്റെ ഒപ്പം ബുക്കും പെൻസിലെല്ലാം കിട്ടിയിട്ടുണ്ട്, അതെല്ലാം പിന്നെ ഇപ്പം വായിച്ചു നോക്കാം. പിന്നെ അതിന്റെ ഒപ്പം അതിന്റെ പവർ കേബിളാണ് ഗൈസ്. അതിന്റെ പവർ കേബിൾ കുറച്ച് തടിയുള്ള കേബിളാണ് ഗൈസ്, ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒപ്പം കിട്ടിയ സാധനം അതിന്റെ ക്ലാമ്പിന്റെ ഒപ്പം തന്നെ വെക്കുന്ന, സോറി അതിന്റെ സ്റ്റാൻഡിന്റെ ഒപ്പം തന്നെ വെക്കുന്ന വേറൊരു സാധനം കൂടിയാണ്. അതിന് നല്ല കളേഴ്സ് ഉണ്ട് ഗൈസ്, നല്ല രസമുണ്ട് കാണാൻ. അതിന്റെ ആവശ്യമില്ല, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തെർമോക്കോൾ മാറ്റി അതിന്റെ അടിയിൽ നമ്മൾ മോണിറ്റർ ഇതൊരു കീണാൻ പോത്ത മോണിറ്ററാണ്. 2K മോട്ടറിന്റെ വണ്ണം നോക്കി ഗൈസ്, നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ വലിയ വണ്ണാണ്. 27 ഇഞ്ചിന്റെ സാധനം. എന്റെ ബാക്കിൽ ഏസറിന് സ്റ്റിക്കർ ഉണ്ട്, അതിനടുത്ത് പറിച്ചടിക്കുന്നുണ്ട്. എന്തിനാ അതിന്റെ ബാക്കിൽ വേറെ സ്റ്റിക്കർ ഉണ്ട്, അതും കൂടി എടുത്ത് ഞാൻ പറിച്ചടിക്കുന്നുണ്ട്. ഇതൊന്നും ആവശ്യമില്ല. കുറെ സ്വിച്ച് എല്ലാം ഉണ്ടാലും ഞെക്കി നോക്കുന്നുണ്ട്. ഇപ്പം തന്നെ വടക്കാക്കോന്ന് എനിക്ക് അറിയില്ല. അതിന്റെ മൊഞ്ച ആസ്വദിച്ച് ഞാൻ അത് തിരിച്ചിട്ടിട്ട് ഗൈസ് ഞാൻ അതിന്റെ സ്ക്രീനിൽ തുടച്ചത് നോക്കുമ്പോൾ എന്റെ കയ്യിലുള്ള കച്ചറ അവിടെ ആയി മൊത്തം അലാക്കായി. എന്നിട്ട് ഞാൻ അത് തുണി വെച്ചിട്ട് എന്റെ ടീഷർട്ട് വെച്ച് തുടച്ചിട്ട് അത് മൊത്തം പെരങ്ങി മൊത്തത്തിൽ അലാക്കായി. അത് പിന്നെ അനങ്ങാണ്ട് അവിടെ മാറ്റി ആവശ്യമില്ലാണ്ട് തുടണ്ടായിരുന്നു, ഫുള്ള് കൊളായിട്ടുണ്ട്. നമുക്കിത് ബാക്കി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഗൈസ്. കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. ഈ 4 തുള കണ്ട ഗൈസ്, ഈ പഴയ എന്റെ മോണിറ്ററിന്റെ ക്ലാമ്പ് എടുത്തിട്ട് നമുക്ക് ഈ മോണിറ്ററിലേക്ക് റീഫിറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. അതാണ് അടുത്ത ടാസ്ക്. അങ്ങനെ ഗൈസ് അതിന്റെ ബാക്കിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഓരോരോ സ്ക്രൂ ആയിട്ട് അതിന്റെ ക്ലാമ്പ് കഴിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിന് ഫിറ്റ് ആക്കണം. കാരണം ഓൾറെഡി അവിടെ ഒരു ക്ലാമ്പ് ഫിറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ ഈ ഒരു സംഭവം മാത്രമാണ് സൂട്ട് ആകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത് കഴിച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് ഫിറ്റ് ആക്കുന്നത്. കാരണം നമ്മുടെ ഫസ്റ്റ് മോണിറ്റർ വലിയ മോണിറ്ററാണ്, അതിന്റെ മുകളിലാണ് നമുക്ക് ചെറിയ മോണിറ്റർ വെക്കാനുള്ളത്. സോ ഈ ക്ലാമ്പ് എടുത്തിട്ട് തന്നെ ഞാൻ അതിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഫിറ്റ് ആക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആ ക്ലാമ്പ് ഫിറ്റ് ആക്കി കഴിഞ്ഞു ഗൈസ്. ഇനി ഇത് കൊണ്ടുപോയിട്ട് അതിന്റെ മുകളിൽ കൊണ്ടുപോയി ഫിറ്റ് ആക്കണം. അങ്ങനെ പിന്നെ ഞാൻ അതിന്റെ മുകളിൽ ഇങ്ങനെ നോക്കി ഫിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഫിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഗൈസ് ഇത് വലിയ മോണിറ്ററാണ് ഗൈസ്, നിലം വരെ തട്ടുന്നുണ്ട്. അത്രക്കും വലിയ മോണിറ്ററാണ് ഗൈസ്, കാണുന്ന പോലെ ഒന്നും ഇല്ല. അങ്ങനെ ഞാൻ അത് കഴിച്ച് മാറ്റിയിട്ട് പിന്നെ ഞാൻ അതിന്റെ ഹൈറ്റ് കൂട്ടുന്നുണ്ട്. കാരണം ഇത് ചെറിയ ഹൈറ്റ് ആണ് ഗൈസ്, അതിന് നിലത്ത് മോണിറ്റർ തട്ടുന്നു. അതുകൊണ്ട് കുറച്ചും കൂടി ഹൈറ്റ് കൂട്ടി ഇത് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം നമുക്ക് പക്കാ പെർഫെക്റ്റിൽ സെൻട്രലിൽ തന്നെ നല്ല കിടിലം പോലെ സാധനം കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഒന്നും കൂടി മാറ്റി വെച്ചിട്ട് ഞാൻ മറ്റേ കത്തിയിലെ വിജയ് നോക്കുന്ന പോലെ നോക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ എന്നിട്ട് എനിക്കൊരു സംതൃപ്തി ഇല്ലായിരുന്നു. ഞാൻ പിന്നെ അത് എടുത്ത് കഴിച്ച് മാറ്റി. ഇനി നമുക്ക് വയറിങ്ങും കാര്യങ്ങളെല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇനി ബാക്കി സെറ്റ് ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഓരോരോ വയറായിട്ട് നമ്മുടെ ടാഗ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇനി ഈ മോണിറ്ററിന്റെ വയർ കണക്ട് ചെയ്യേണ്ടതാണ്. സോ അതിനു മുമ്പ് നമുക്ക് ഈ ടാഗ് അയക്കണം, എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ടാഗ് ചെയ്യണം. സത്യം പറഞ്ഞാൽ ഇത് കുറേ ടൈമുള്ള ഒരു പ്രൊസീജിയറാണ്. എനിക്കിത് വെറുപ്പ് പിടിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. എന്നാൽ കൂടി നമുക്കിത് ഫിനിഷ് ചെയ്യണമല്ലോ. ഞാൻ ഇതിപ്പോ ഇരുന്നിട്ട് ഇതിന്റെ അടിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ വയറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ വയറും കൂടി കൂട്ടിക്കെട്ടിയിരിക്കുന്നത് ഞാൻ അടിയിലാണ്. ഇതൊന്നും ഞാൻ പറയില്ലേ, മുന്നൊന്നും കാണത്തില്ല. ഈ ബാക്കിൽ വന്നാൽ മാത്രമേ സംഭവങ്ങളൊക്കെ ഫുള്ളായിട്ട് കാണുള്ളൂ. അങ്ങനെ ഇതിങ്ങനെ ആക്കി മൂക്കി കുറച്ച് പൊടി കയറി ഗൈസ്. തുമ്പി മൂക്കട്ട വരെ തെറിച്ചുപോയി. അതിന്റെ എടുക്കുക കത്രി പോലത്തെ സാധനം കൊണ്ട് എന്റെ കൈ അങ്ങ് ഇറങ്ങിപ്പോയി ഗൈസ്. അതിന്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയി എന്റെ കൈ. അല്ലെങ്കിൽ ഇമാതിരി പണിയെടുക്കുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും അനർത്ഥം വരും ഗൈസ്. കണ്ട കൈ മുറിഞ്ഞ് ചോര വരുന്നുണ്ട്. ഇത് ടാഗ് മുറിക്കുന്ന സാധനം, അതിന്റെ ഇടയ്ക്ക് എന്റെ കൈ കുടുങ്ങിപ്പോയി ഗൈസ്. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡാക്കില്ല, അതെല്ലാം മാറ്റി വെച്ച്. കാരണം നമുക്ക് അതൊക്കെ നോക്കിയിരുന്ന് നമ്മൾ പരിപാടി നടക്കില്ല, നമുക്ക് ഒരുപാട് ചെയ്ത് തീർക്കാനുള്ളതാണ് ഗൈസ്. അങ്ങനെ അതെല്ലാം മൊത്തം ഞാൻ ഇങ്ങനെ നോക്കി അതിന്റെ ടാഗ് മൊത്തം പൊട്ടിച്ചിട്ടതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിന്റെ വയസ്സ് മൊത്തം ഞാൻ കഴിച്ച് പൊട്ടിച്ചിട്ട് ഗൈസ്. ഇത് നോക്കിയ ഗൈസ് എന്തോരം വയസ്സാ ഗൈസ്. ഇത് മൊത്തം കാട്ടിട്ട് എനിക്ക് ഭ്രാന്ത് പഠിക്കുന്നുണ്ട്. ഇത് ഏതെല്ലാം എന്തിൻ്റെല്ലാം എനിക്ക് അറിയില്ല. അതിന്റെ ഇടയ്ക്ക് ഈ 2 കുരിപ്പും വന്നിട്ട് ഇതേ റൂമിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത്. എല്ലേലേ ഞാൻ ഭ്രാന്ത് പിടിച്ചെടുക്കുക. എന്നെ എള്ളേലും കൂടി പെരാന്താക്കാനാണ് തോന്നി 2 റൂമിലേക്ക് കയറി വന്നിട്ടുള്ളത്. ഡാൻസ് കൊള്ളാം, നല്ല സസ്കി മൂവ്മെന്റ് ആണ്. സസ്കി മൂവ്മെന്റ് ഇവന്റെ ഡാൻസ് കണ്ടിട്ട് കരട്ടടയിട്ടോള് തുള്ളുന്നുണ്ട്. ഇതൊക്കെ മാറ്റി വടക്കുന്ന പോലെ പടച്ചോണ്ടിരിക്കുവാണ് അവിടെ കുത്തിറിഞ്ഞിട്ട്. അങ്ങനെ പിരാന്ത് പിടിച്ച് 2 ഞാൻ റൂമിൽ നിന്ന് പുറത്താക്കി ഞാൻ എന്റെ ബാക്കി പരിപാടി തുടങ്ങി. ഇവിടെ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ചെയ്യാണ്ട് ഗൈസ്. ഞാൻ പിന്നെ അതിന്റെ ഹൈറ്റ് ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കുന്നുണ്ട്. കാരണം എനിക്കൊരു പെർഫെക്റ്റ് ഹൈറ്റ് കിട്ടുന്ന വെച്ച് സമാധാനം ഉണ്ടാകത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ വെച്ച് പിന്നെ അതിന്റെ ഹൈറ്റ് കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വെച്ച് അങ്ങോട്ട് മാറ്റി വെച്ച് ഓരോന്ന് കാണിച്ച് കൂട്ടുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ നമുക്ക് എന്റെ ആ പെർഫെക്റ്റ് ഹൈറ്റ് എനിക്ക് കിട്ടി ഗൈസ്. എന്റെ ആ പെർഫെക്റ്റ് ഹൈറ്റ് ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇതാണ് എന്റെ പെർഫെക്റ്റ് ഹൈറ്റ്. ഇനി ഇതിന്റെ മണ്ടയ്ക്ക് ഈ മോണിറ്റർ കൂടി ഇങ്ങനെ വെക്കണം, എന്നാൽ അതിന്റെ മൊഞ്ച് വരുള്ളൂ. അപ്പൊ എനിക്ക് ഡബിൾ മോണിറ്റർ ആയി ഗൈസ്. എന്നിട്ട് എനിക്ക് സമാധാനം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ചെറിയ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ആ സംഭവം കറക്റ്റ് ഓക്കെ ആയിരുന്നു. എന്നാലും നമുക്ക് മനസമാധാനത്തിന് വേണ്ടി കുറച്ചും കൂടി ഒന്ന് പൊക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം വെച്ച
വെച്ച് നോക്കുമ്പോൾ പക്ക ഓക്കെ. അങ്ങനെ പിന്നെ നമ്മൾ രണ്ടാമത്തെ മറ്റേ പഴയ മോണിറ്ററിന്റെ ബാക്കിൽ അടുത്ത ക്ലാമ്പ് വെക്കുന്നുണ്ട് ഗൈസ്. ഇനി അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി അത് മൗണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന്റെ മുകളിൽ. അപ്പൊ അത് ഞാൻ സ്ക്രൂ ചെയ്യുന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 2 മണിയായി ഗൈസ്. ഇനി നമുക്ക് പണിയെടുക്കാൻ പറ്റൂല ഗൈസ്. ഇനി നമുക്ക് ഞം 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 തിന്നണം. ഞം 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 തിന്നാണ്ട് ഇനി പണിയെടുക്കാൻ പറ്റത്തില്ല ഗൈസ്. ഞം 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 തിന്നണം ഗൈസ്. നമ്മൾ ഇമാതിരി ഓരോന്ന് ചെയ്തിട്ട് കാര്യം, നമ്മൾ ആരോഗ്യം കൂടി നോക്കണം. നമ്മുടെ ഹെൽത്ത് നോക്കാണ്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യം? ചെയ്യാനാണെങ്കിൽ എനിക്ക് ഇത് ഒറ്റയടിക്ക് ചെയ്ത് തീർക്കാം. പക്ഷെ ഫുഡെല്ലാം കഴിക്കാണ്ട് ഇതൊക്കെ ചെയ്തിട്ട് വയറെല്ലാം കാളിയിട്ട് വല്ല രോഗമെല്ലാം വന്നിട്ട് ഇതൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഞാൻ മൂക്കറ്റ് നിന്നിട്ട് ജിറാഫിനെ പോലെ ഗ്യാസ് വിടുന്നതാണ് ഇത്. നിങ്ങളെ പോരക്ക് 2 കാലിക്കുറ്റി ഉണ്ട് എടുത്തിട്ട് ഇങ്ങ് വന്ന് ഞങ്ങൾക്ക് കുറച്ച് ഗ്യാസ് തരാം. എൻ്റെ അടുത്ത് കുറെ ഗ്യാസ് ഉണ്ട്. പിന്നെ കഴിച്ച് എന്താണെന്നറിയില്ല, നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരും. എനിക്ക് പിന്നെ ഉറക്കം വരാൻ തുടങ്ങുന്നുണ്ട്. പതിയെ ഉറക്കം വരാൻ തുടങ്ങും. പക്ഷെ നമുക്കിത് ഫുള്ള് തീർക്കണം ഗൈസ്. ഇന്ന് രാത്രിയേക്ക് തീർക്കണം. ഇതാണ് നമ്മൾ അടുത്ത മോണിറ്റർ വെക്കാനുള്ള ക്ലാമ്പ് ഗൈസ്. ഇനി ഇത് അതിന്റെ മുകളിൽ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റേത് സെറ്റ് ചെയ്ത പോലെയല്ല ഗൈസ്. ഇത് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഇതിന്റെ അളവ് എനിക്ക് അങ്ങ് ഏകദേശം കറക്റ്റ് ആവുന്നില്ല. ഞാൻ ഒരുപാട് സമയത്ത് അത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നോക്കി ഗൈസ്. ഒന്നിക്കത് നല്ലപോലെ താണിരിക്കും, അല്ലെങ്കിൽ ഒന്നിക്ക് നല്ല ഹൈറ്റ് ആയിരിക്കും. അതിന്റെ രണ്ടിന്റെ ഇടയിൽ എനിക്ക് കറക്റ്റ് കിട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് നല്ല ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് ആ മോണിറ്റർ കറക്റ്റ് സെന്ററിലേക്ക് കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ നമുക്ക് ആ മോണിറ്റർ സെന്ററിൽ വെച്ച് നമ്മളെ വെബ് ക്യാം വെക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഭാഗത്തേക്ക് മാത്രം ആക്കി വെച്ച് ഇപ്പൊ എന്റെ വെബ് ക്യാം വെക്കാനുള്ള സ്ഥലം. അങ്ങനെ അത് സെറ്റ് ആയതിന്റെ കൊശി അരട്ടാണ് നിങ്ങൾ കാണുന്നത്. അരട്ടിളകുന്നുണ്ട്, നല്ല അരട്ടിളകി തുള്ളുന്നുണ്ട്. തുള്ളി തുള്ളു തുള്ളി തുള്ളു തുള്ളി തുള്ളി. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ ചെറിയ മൈക്രോ അഡ്ജസ്റ്റും കൂടി ചെയ്യുന്നുണ്ട് ഗൈസ്. മൈക്രോ അഡ്ജസ്റ്റും കൂടി ചെയ്ത് അത് ഇതൊക്കെ ലെവലാക്കുന്നുണ്ട്. ഇനി രണ്ടാമത് ഇതൊന്നും കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പോഴേ ഇതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ രീതിയുണ്ട്. പക്ഷെ എന്നാലും ചെറിയ ചെറിയ ഒരു വ്യത്യാസം ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ അതൊക്കെ ഹൈറ്റൊക്കെ ഒന്ന് കൂട്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അങ്ങനെ അത് മൊത്തത്തിൽ കഴിഞ്ഞു ഗൈസ്. അങ്ങനെ ഞാൻ വിചാരിച്ച് ഗൈസ് ഇനി മോണിറ്റർ ഓൺ ആക്കി നോക്കാം. ഇനി വർക്ക് ചെയ്തിട്ടില്ലെങ്കിലോ, അതുകൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഫുൾ വയർ കണക്ഷൻ കൊടുക്കാന്ന് വിചാരിച്ചു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരു പണി കിട്ടി. ഇവന്മാർ ഈ മോണിറ്ററിന്റെ ഒപ്പം തന്ന വയറ് നോക്കിക്കേ. ഇത് ഇവിടെ ഇന്ത്യന്റെ ഫ്ലഗ് ഒന്നല്ല, ഇതങ്ങ് ദുബൈയില്ല അമേരിക്കയിലായിട്ടുള്ള ഫ്ലഗ് ആണ്. ഇത് കുത്തണ്ട തോളയൊന്നും ഇവിടെ ഇല്ല കോയായിരുന്നു. ഇത് എവിടെ കൊണ്ടുപോയി കുത്ത? ഇത് വലിയ തോള. ഇതെന്തിന് ഇവരെ എനിക്ക് തന്നിക്കേ? ഇവിടുത്തെ ഫ്ലഗിലൊന്നും ഇത് കേരൂല. ഇത് മൊത്തത്തിൽ ഇടങ്ങാറായി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, വണ്ടിന്റെ ചാവി എടുത്ത് മോനെ മാസ്ക് ഇട്ടിട്ട് അലാക്കിൽ അവലും കഞ്ഞി പോലെ ആയി ഇത് മൊത്തത്തിൽ. നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിച്ച പോലെ നടക്കൂല. അവസാന നിമിഷം എന്തെങ്കിലും ഉണ്ട്. അങ്ങനെ വണ്ടി എടുത്ത് നേരെ നമ്മൾ ഇലക്ട്രോണിക് ഷോപ്പിൽ വന്ന് എന്നിട്ട് ഞാൻ ഓനോട് കാര്യം പറഞ്ഞ വളം തന്നെ ഓൻ എനിക്ക് സാധനം എടുത്താന്ന്. ഇതാണ് നമ്മുടെ സാധനം. ഞാൻ ഫ്ലഗ് കുത്തണം, അതിന്റെ മുകളിൽ വേറൊരു ഫ്ലഗ് കുത്തണം. അങ്ങനെ ഞാൻ 2 ഫ്ലഗ് മാറ്റി. അഥവാ ഒന്ന് അടിച്ചു പോയിട്ടുണ്ടെങ്കിലോ. അങ്ങനെ പിന്നെ തിരിച്ച് പൊരക്ക് വന്ന് അതെല്ലാം ഇതാക്കി പിന്നെ നമ്മൾ ലേറ്റിട്ട് ബാക്കി പണി തുടങ്ങുകയാണ്. അങ്ങനെ ഞാൻ അതിന്റെ കണക്ഷൻ കൊടുക്കുന്നതാണ് ഗൈസ്. നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം രണ്ടാമത് ഇത് അഴിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് തൽക്കാലത്തേക്ക് നമ്മളെ PC ഒന്നും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോണിറ്റർ ഓണാക്കി. ഇതെങ്ങനെ ഓണാക്കിയില്ലെങ്കിൽ മൂഞ്ചി, എന്റെ ജീവിതം മൂഞ്ചി, ഇത്രയും ചെയ്തത് മൂഞ്ചി, എന്റെ പൈസ മൂഞ്ചി, മൊത്തത്തിൽ മൂഞ്ചി. ഏറ്റവും ഇത് ഓണായ മതി. ഞാൻ അങ്ങനെ അടിയിൽ നിന്ന് തുറ്റി ഞെക്കുന്നുണ്ട്. ഞെക്കിയത് എന്റെ ഫസ്റ്റ് മോണിറ്റർ, എന്റെ പണ്ടത്തെ മോണിറ്റർ ഓണായി. പക്ഷെ എന്റെ പുതിയ മോണിറ്റർ ഓണായില്ല ഗൈസ്. എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ട്. ഞാൻ അങ്ങനെ PC ഓണാക്കി ഗൈസ്. PC ഓണാക്കി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി. കാത്തിരുന്നേരം എന്റെ ഫസ്റ്റ് മോണിറ്റർ ഓണായി, എന്റെ പണ്ടത്തെ. പക്ഷേ ഇനി എന്റെ പുതിയ മോണിറ്റർ ഓണായിക്കില്ല. എന്റെ നെഞ്ച് കത്താൻ തുടങ്ങി. ഇതെന്ത് ഇത് ഓണാത്തി? ഇത് അടിച്ചു പോയാ കൊട്ട വയറ് തെറ്റിയോ എന്തെല്ലാം പ്രശ്നം ഉണ്ടായോ? എന്റെ മൊത്തത്തിലല്ലേ പോയി. ടെൻഷൻ അടിക്കാൻ തുടങ്ങി. എനിക്ക് ടെൻഷൻ വന്നു. അപ്പം നോക്കുമ്പോൾ അതിന്റെ ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ടായിരുന്നു ഓൺ ഓഫിന്റെ. അത് ഞെക്കിയാൽ അത് ഓണായി ഗൈസ്. അപ്പൊ എനിക്ക് സമാധാനമായി. ഓ മൈ ഗോഡ്, ഒരു നിമിഷത്തേക്ക് എന്റെ നെഞ്ച് കത്തിയതാണെങ്കിൽ അത് 1.5 കത്തലാണ്. ഇനി നമുക്കിത് കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട് ഗൈസ്. ഇത് എന്റെ ഇതിന് കണക്കായതാണോ നമുക്ക് അറിയണല്ലോ. അതിനുശേഷം മാത്രമേ ഇത് മൊത്തം ഇതാക്കാൻ പറ്റൂ. കാരണം നമുക്ക് ലാപ്ടോപ്പ് ഉണ്ട്. അപ്പൊ ലാപ്ടോപ്പ്, മോണിറ്റർ, കമ്പ്യൂട്ടർ എല്ലാം ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യണം. അപ്പൊ അതിന്റെ HDMI ആണോ ഡിസ്പ്ലേ പോർട്ടാണോ കറക്റ്റ് പോർട്ട് എന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതൊക്കെ അനലൈസ് ചെയ്ത് അതിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോഫ്റ്റ്വെയറിൽ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ അതിങ്ങനെ സെറ്റ് ചെയ്യണം. അപ്പൊ അതിന് നല്ല ടൈം എടുത്ത് ഗൈസ്. കാരണം ഇത് 2K മോണിറ്റർ ആയതുകൊണ്ട് തന്നെ കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നി ഗൈസ്. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്ത് തീർന്നപ്പോഴത്തേക്ക് കുറച്ച് നല്ല ടൈം പോയി ഗൈസ്. അങ്ങനെ ഒടുവിൽ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം കൊണ്ടും ഓക്കെ ആക്കി. ഇനി നമുക്ക് വയറിങ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. വേറെ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ലാപ്പിൽ നിന്ന് ആ മോണിറ്ററിലേക്കും മോണിറ്ററിൽ നിന്ന് PC-ലേക്കും മൊത്തത്തിൽ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ലാപ്പിൽ നിന്നാണ് സ്ട്രീം ചെയ്യുന്നത്. അപ്പൊ മോണിറ്ററും ലാപ്പും ആയിട്ട് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 5 മണിയായി ഗൈസ്. 5 മണി 5:09. ഇത് ക്യാമറ മറ്റേ മിറർ ക്യാമറ ആയതുകൊണ്ട് തലതിരിഞ്ഞ് കിടക്കുന്നത്. ഇനി നമുക്ക് അധികം ലേറ്റ് ചെയ്യാൻ പറ്റില്ല. രാത്രി ആവാനായിട്ടുണ്ട്. നമുക്ക് ഇനി വയറിങ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ ആ PC എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിപ്പം കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ഇനി കേബിൾ മൊത്തം ടാഗ് ചെയ്യേണ്ട ആവശ്യമാണ്. കാരണം നമ്മളതൊക്കെ സോക്കറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് മൊത്തത്തിൽ ഇത് മൊത്തം ഫുള്ളായിട്ട് ടാഗ് ചെയ്ത് സെറ്റ് ആക്കണം. വയറും കാര്യങ്ങളൊക്കെ മൊത്തം പെരങ്ങി കിടക്കണം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഞാനിങ്ങനെ ടാഗ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഇതിങ്ങനെ ക്ലിയറായി ഇത് നീറ്റ് ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വയറൊക്കെ ഞാൻ ഇങ്ങനെ ഒതുക്കി സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇത് കുറച്ച് നല്ല ടൈമുള്ള പരിപാടിയാണ്. കാരണം ഇത് ഞാൻ വീട് മാറി പന്ന് സെറ്റ് ചെയ്താണ് ഗൈസ് വയറിങ്. ഇത് രണ്ടാമത് കഴിച്ചിട്ടത് കൊണ്ട് ഏതെല്ലാം വയറാന്ന് എനിക്ക് തിരിയുന്നില്ല. ഫുള്ള് കൺഫ്യൂസ്ഡ് ആണ്. അങ്ങനെ പിന്നെ ഞാൻ
അതിങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്തതിന്റെ ഇടയ്ക്ക് എന്റെ റൂം നോക്കി ഗൈസ് ഫുള്ള് കോല. അവിടെ തെർമോകോള്, PC, അതിന്റെ ഇത് സ്ക്രൂ ഡ്രൈവർ, സ്പാനർ, കട്ടിലെല്ലാം കോളായി, കാർബോർഡ് അത് മൊത്തം കോളായി. 2 ദിവസം മുമ്പ് ഞാൻ റൂം ഫുള്ള് വൃത്തിയാക്കി. നമുക്ക് എന്നാ പിന്നെ ഇതങ്ങ് സെറ്റ് ആക്കണം. 3, 2, 1 ബൂം. ഫൈനലി ഗൈസ് നമ്മൾ PC വെച്ചു. അതിന്റെ മൊത്തം വയറിങ് ചെയ്ത് എല്ലാം സെറ്റാക്കി, കേബിൾ മാനേജും ചെയ്ത് മൊത്തം അടിപൊളിയാക്കി, റൂമും വൃത്തിയാക്കി. നമ്മളെ പരിപാടി മൊത്തത്തിൽ തീർത്തിട്ടുണ്ട്. ഇത് അധികം കൊണ്ടുപോകാൻ പറ്റൂല. നിങ്ങളെന്താ പറയുന്നേ? മോന്തി ആയിട്ടുണ്ട്. തിന്നാൻ കുടിക്കല്ലേ വേണം. രാവിലെ വരെ പണിയെടുക്കാനാണോ ഇനി? ഇത് തീർക്കണ്ടേ? ഇതിനൊരു അന്ത്യം വേണ്ട. അതുകൊണ്ട് ഞാൻ അങ്ങ് തീർത്തത് ഫുള്ളായിട്ട്. ഇപ്പൊ നല്ല സമാധാനം ഉണ്ട്. ഇപ്പൊ നോക്കിക്കേ 2 മോണിറ്റർ. വാവ്, എനിക്ക് വിശാലമായിട്ട് എഡിറ്റ് ചെയ്യാം. ഇത്ര വലിയ മോണിറ്റർ മുമ്പ് കുത്തിന് പണിയെടുക്കാത്തത് കൊണ്ട് തന്നെ ഇതിന്റെ മുമ്പിൽ ഇരുന്നിട്ട് എന്റെ കണ്ണൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു ഗൈസ്. പക്ഷെ കുറച്ച് സമയം ഇരുന്നപ്പോ തന്നെ എനിക്ക് അങ്ങ് ഏലായി. ഫസ്റ്റ് ആ മോണിറ്ററിന്റെ വലിപ്പം കൊണ്ട് എനിക്ക് കണ്ണിൽ കുറച്ച് പ്രശ്നമായിട്ട് തോന്നിയായിരുന്നു. പക്ഷെ കുറച്ച് സമയം വർക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അതൊക്കെ മൊത്തത്തിൽ ഓക്കെ ഗൈസ്. പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ റൂം ക്ലീനിങ്, പിന്നെ കമ്പ്യൂട്ടർ സെറ്റപ്പ്, അപ്ഗ്രേഡ്, അതെല്ലാമായിട്ട് കുറച്ച് പണിയെടുത്തെടുത്ത് എന്റെ നടുക്ക് മൊത്തത്തിൽ ഉളുക്കി ഗൈസ്. എന്റെ മസിലൊക്കെ കടന്ന് വലിയുന്നുണ്ട്. എനിക്ക് ഫുൾ ബോഡി മസാജ് ചെയ്താലോ എന്ന് വിചാരിച്ചു. ഞാൻ ഇതുപോലത്തെ സമയത്ത് നമ്മൾ ഫുൾ ബോഡി മസാജ് ചെയ്യാറുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ ഇന്ന് ഫുൾ ബോഡി മസാജ് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. നമ്മൾ ഇന്ന് വെറും 10 ഉറുപ്പ്യക്ക് ഫുൾ ബോഡി മസാജ് ചെയ്യാൻ പോകുന്നതാണ്. എത്ര ഉറുപ്പ്യക്ക്? വെറും 10 ഉറുപ്പ്യ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 10 ഉറുപ്പ്യക്ക് ഫുൾ ബോഡി മസാജ് ചെയ്യും. അങ്ങനെ ഞാൻ വണ്ടിന്റെ ചാവി എടുത്ത് മാസ്ക് എടുത്ത് 10 ഉറുപ്പ്യം കൊണ്ട് പോവാണ് ഗൈസ് നമ്മൾ ഫുൾ ബോഡി മസാജ്. ഇതൊരു അടിപൊളി പാക്കേജ് ആണ്. കാരണം ഇതിൽ ഹെഡ് മസാജ് ഉണ്ട്, ഹാൻഡ് മസാജ് ഉണ്ട്, ഫുൾ ബോഡി മസാജ് ആണ്. അതുകൊണ്ട് 10 ഉറുപ്പ്യക്ക് ഇത് ഭയങ്കര വെർത്താണ്. ഇത് പ്രൊമോഷൻ ആണ് നിങ്ങൾ വിചാരിക്കണം. ഞാൻ ആ 10 ഉറുപ്പ്യം കൊണ്ട് ആദ്യം ഈ പീടിയിൽ വന്നിട്ട് 2 ലേസ് വാങ്ങിച്ചിട്ട് ആ ലേസ് എടുത്തിട്ട് ഇങ്ങനെ കിണിച്ചോണ്ട് പോകുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ലേസും കൊണ്ട് എങ്ങനെയുള്ള ഈ മസാജ് ചെയ്യാൻ? ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് 10 ഉറുപ്പ്യന്റെ കീടിലാൻ പോത്ത മസാജ് നിങ്ങൾ കാണിച്ചത്. നിങ്ങൾ പറയൂ ഇതൊരു 1.5 മസാജാണ്. ഇതാണ് മോനെ മസാജിന്റെ അൾട്ടിമേറ്റ് സാധനങ്ങൾ. കണ്ടോ? കണ്ട നോക്കുന്നുണ്ട, രണ്ടും നോക്കുന്നുണ്ടോ? ഇനി ഇവന്മാരെ ഞാൻ ഈ ലേസ് കാണിച്ചിട്ട് വശീകരിക്കും. ഈ ലേസ് മാറ്റിട്ട് ഇവന്മാരെ ആവാഹിക്കും. ഞാൻ കണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കൈ. 5 ഉറുപ്പ്യന്റെ ലേസ് തരാന്ന് പറഞ്ഞ ഇവന്മാർ എന്തും ചെയ്യും. അങ്ങനത്തെ ആൾക്കാരാണ് ഈ രണ്ടും. ഇങ്ങനെ ഞാൻ അത് കാണിച്ചിട്ട് നല്ലോണം ഡാൻസ് കളിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇതേപോലെ കുറച്ച് ഡാൻസ് എല്ലാം കളിപ്പിച്ച്. പക്ഷെ ഇത് ഞാൻ കൊടുക്കൂല കൈസ്. ഇത് കൊടുക്കൂല. ഇവന്മാർ ഇങ്ങനെ പറ്റിക്കും. ഇത് കാണിച്ച് ഞാൻ ഇങ്ങനെ പറ്റിക്കും. ഇനി ഞാൻ ഇത് പറ്റിച്ചിട്ട് ഇവന്മാർക്ക് കൊടുക്കാണ്ട് ഇത് തരൂല എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കും. എന്നിട്ട് ഇവന്മാരെ കൊണ്ട് ഞാൻ മസാജ് ചെയ്യിപ്പിക്കും. അതാണ് എന്റെ പ്ലാൻ. ഇനി ഇവന്മാരായി 5 ഉറുപ്പ്യന്റെ ലേസിന് വേണ്ടിയിട്ട് എനിക്ക് നല്ലോണം മസാജ് ചെയ്ത് തരുമോ? ഇതാണ് എന്റെ 10 ഉറുപ്പ്യന്റെ മസാജ്. ഇതൊരു 1.5 മസാജ് ഒക്കെ ഉണ്ടാ. ഓള് തല ചെയ്ത് തരുന്നുണ്ടോ? ബാക്കിൽ ഉരുട്ടുന്നുണ്ട് സാധനം വെച്ചിട്ട്, മറ്റേ ചമ്മന്തി പൊടിക്കുന്ന പോലെ. ഞാൻ നല്ലൊരു സുഖിച്ചിരിക്കുവാണ്. എന്താ സുഖം. നല്ലോണം കുണ്ടിയിലെല്ലാം ഇട്ട് ഉരുട്ടാൻ പറഞ്ഞിട്ടുണ്ടോ? നല്ലോണം ഉരുട്ടി തരുന്നുണ്ട്. കിടില മസാജറാണ്. അത് വേറെ കാര്യം. എന്ത് പറഞ്ഞാലും കിടില മസാജറാണ്. സൈഡും അവിടെ ഇവിടെയും ഏകദേശം 1 മണിക്കൂർ ഞാൻ ഇവന്മാരെ കൊണ്ട് നല്ലോണം മുതലാക്കി മസാജ് ചെയ്യിപ്പിച്ചു കഴിച്ചു. ഇവൻ മസാജ് ചെയ്ത് ഇവനിക്ക് പിരാന്ത് പിടിക്കുന്നുണ്ട് കഴിച്ചു. ഈ ലേസും തരുന്നില്ല, നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുകയും ചെയ്യുന്നു. ഇവനിക്ക് ലാസ്റ്റ് പിരാന്ത് പിടിച്ചിട്ട് ഒരു ഏറ്റവും ഒന്ന് തരുന്നുണ്ട്. നടുപ്പറടക്കം നോക്കിയിട്ട്. അങ്ങനെ നീണ്ട 1 മണിക്കൂറത്തെ മസാജിന് ശേഷം ഓർക്ക് ലൈസും കൊടുത്ത് ഒരു ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. ഇനി ചിരിക്കുന്നുണ്ട്, നല്ലോണം തിന്നുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞാൻ മറ്റേ ഇതെന്ത് റോള, ഇത് കുഫാ റോള എന്തോ ഒരു സാധനം, ആ സാധനം കൂടി മായിച്ചിട്ട് ഇവന്മാര് കാണാണ്ട് ഇവിടുന്ന് ഞം തിന്നുന്നുണ്ട്. അപ്പൊ പിന്നെ ഇന്നത്തെ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എല്ലാവരും ലൈക്ക് അടിച്ചേക്ക്. ഞാൻ പോകുന്ന. ഓക്കെ ബൈ.